ഇന്നത്തെ ദിവസം നമ്മളെയൊക്കെ നടുക്കിയത് വയനാട്ടിൽ നിന്ന് വന്ന ഒരു മരണവാർത്തയാണ്. വയനാട് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് നേതാവും വാർഡ് മെമ്പറുമായ ജോസ് നെല്ലേടത്തെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുൽപ്പള്ളി സ്ഫോടക വസ്തു കള്ളക്കേസിൽ ആരോപണ വിധേയനായിരുന്നു ജോസ് നെല്ലേടം. വീടിന് സമീപത്തെ കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസാണ് മരണത്തിന് ഉത്തരവാദിയെന്നാണ് KPCC പ്രസിഡന്റിന്റെ വിചിത്രമായ പ്രതികരണം. അതൊന്ന് കേട്ടു. ആത്മഹത്യയ്ക്ക് 2 ദിവസം മുൻപ് ജോസ് നെല്ലേടം റിപ്പോർട്ടറിനോട് സംസാരിച്ചിരുന്നു. ജനപ്രതിനിധി എന്ന നിലയിൽ ലഭിച്ച സന്ദേശം പോലീസിന് കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും സ്ഫോടക വസ്തു കേസിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നുമായിരുന്നു പ്രതികരണം. എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഞാൻ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന് പാസ് ചെയ്യുന്നുള്ളത് ശരിയാണ്. അപ്പോൾ അതിൽ ഇതിനു മുൻപും പോലീസിന് ഒരു ജാഗ്രതാ സമിതിയുടെ പേരിലും അല്ലാതെയൊക്കെ ഒത്തിരി ഇൻഫർമേഷൻ കൊടുത്ത് ഒത്തിരി മയക്കുമരുന്ന് അടക്കം പിടിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കിട്ടിയൊരു ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്തു എന്നുള്ളതല്ലാതെ അതിൻ്റെ നിജസ്ഥിതി പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ബാധ്യത പോലീസിനായിരുന്നു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഫാൾസ് ആണെങ്കിൽ അത് അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തേണ്ട ബാധ്യത പോലീസിനും കൂടി ഉള്ളതാണ്. ഇതിനു മുമ്പും പോലീസ് വലിയ നാർക്കോട്ടിക്സും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ അവിടെ നിന്ന് പിടിച്ചപ്പോൾ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ശരിയായ ഇൻഫർമേഷൻ ആണ് എന്ന് കരുതിയാണ് നമ്മൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇൻഫർമേഷൻ പാസ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഈ സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ കർണാടക മദ്യം കൊണ്ടുവച്ചതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് അറിവുകളൊന്നുമില്ല. വിവരങ്ങളുമായി നമുക്കൊപ്പം ദീപക് മോഹനും AK അഭിലാഷും ചേരുകയാണ് തത്സമയം. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. ജോസ് നെല്ലേടത്തിന്റെ മരണവാർത്തയാണ് ഇന്ന് നമ്മെ തേടിയെത്തിയത്. കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ജോസ് കോൺഗ്രസിന്റെ വയനാട് ജില്ലയിൽ കുറെ കാലമായി നിലനിൽക്കുന്ന വിഭാഗീയതയുടെ അടുത്ത ഇരയാവുകയാണ്. തീർച്ചയായും സുജിയ, കോൺഗ്രസിൽ കടുത്ത വിഭാഗീയത ഉണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. മുള്ളൻകൊല്ലിയിലും പുൽപ്പള്ളിയും ഒക്കെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെയാണ് നാളുകളായി വിഭാഗീയതയുള്ളത്. മുൻപ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട ND അപ്പച്ചൻ വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ND അപ്പച്ചനെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തി. പിന്നീട് ഈ കാനാട്ടുമറയിൽ തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും മദ്യവും കൊണ്ടുവച്ചതുവരെ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ, സ്വന്തം പാർട്ടിയിലുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കരുതിക്കൂട്ടി മനഃപൂർവ്വം കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നുള്ള രീതിയിലേക്കുള്ള പ്രതികരണം തങ്കച്ചന്റെ ഭാഗത്തു നിന്ന് വന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്കച്ചൻ നിരവധി ആളുകളുടെ, പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞിരുന്നു. ND അപ്പച്ചൻ, DCC പ്രസിഡന്റ് ആയിട്ടുള്ള ND അപ്പച്ചൻ അടക്കം ഈ കള്ളക്കേസിൽ കുടുക്കിയതിൽ പങ്കുണ്ട്. അതോടൊപ്പം DCC ജനറൽ സെക്രട്ടറി PD സജി, അതുപോലെ തന്നെ വാർഡ് മെമ്പറായിട്ടുള്ള ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഇയാൾ ആരോപിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ജോസ് നെല്ലേടം ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. നേരത്തെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ജോസ് നെല്ലേടത്തിന്റെ പ്രതികരണം എടുത്തിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ജനപ്രതിനിധി എന്ന നിലയിൽ നേരത്തെ ലഭിച്ച സന്ദേശങ്ങൾ പോലീസിന് കൈമാറാറുണ്ട്. അത്തരത്തിലൊരു സന്ദേശം കൈമാറിയിരുന്നു. പക്ഷേ പോലീസിനാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇത് അന്വേഷിച്ച് സത്യസന്ധമായ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഇതിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും പോലീസാണ്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് പറയുന്നു. നേതാക്കന്മാരുടെ ഒരു വലിയ നിരയുള്ളത് തന്നെ ഈ മുള്ളൻകൊല്ലിയിലാണ്. സംസ്ഥാനത്ത് തന്നെ പാർട്ടിക്ക് ഇത്രയധികം നേതാക്കളും ഉള്ള ഒരു മണ്ഡലം തന്നെയില്ല. അതായത് പാർട്ടി തലത്തിൽ 3 DCC ജനറൽ സെക്രട്ടറിമാരും ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരും 26 ബ്ലോക്ക് ഭാരവാഹികളും 56 മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളും ഈ മുള്ളൻകൊല്ലി പഞ്ചായത്തിലുണ്ട്. അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, 2 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷർ, പഞ്ചായത്ത് അംഗങ്ങൾ, സഹകരണ പ്രസിഡന്റുമാർ, വിവിധ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിങ്ങനെ തുടങ്ങി വലിയൊരു നിര തന്നെ ഇപ്പോഴും ഈ മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രാദേശിക നേതൃത്വത്തിനിടയിലുള്ള തമ്മിലടി ഒഴിവാക്കണം, അത് പരിഹരിക്കണം എന്ന രീതിയിലൊക്കെ ആവശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ DCCയോ അടക്കം ഈ പടലപ്പിണക്കങ്ങൾ, മുള്ളൻകൊല്ലിയിലുണ്ടായ കോൺഗ്രസിന് ഇടയിലുള്ള ഭിന്നത പരിഹരിക്കുന്നതിനുള്ള രീതിയിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടായില്ല. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലെയാണ് ഈ ജോസ് നെല്ലേടം തീർച്ചയായും രാവിലെയാണ് ഈ മരണത്തിലേക്ക് ജോസ് പോയിരിക്കുന്നത്. ജോസ് മരിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് പലതരത്തിൽ ഈ ആത്മഹത്യക്കായി ശ്രമിച്ചു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ദീപക്, എന്തായാലും ദാരുണമായ സംഭവമാണ്. AK അഭിലാഷ് കൂടി നമുക്ക് പോകുന്നുണ്ട്. AK അഭിലാഷ്, നേതൃത്വത്തിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? കാരണം 1 2 അല്ലല്ലോ, എത്ര പേരുടെ ജീവനായി ഇപ്പോൾ അവിടുത്തെ വിഭാഗീയത മൂലം ഇതുപോലെ ഇല്ലാതാക്കപ്പെടുന്നു. ജോസിന് ഒടുവിൽ മരണത്തിൽ അഭയം തേടേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ നേതൃത്വവും കുറ്റക്കാർ തന്നെയല്ലേ? തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയവുമില്ല. നേതൃത്വം തന്നെയാണ് ഇതിന് മറുപടി നൽകേണ്ടത്. നമുക്കറിയാം,
നേരത്തെ NM വിജയൻ അദ്ദേഹത്തിൻ്റെ മകൻ മരിക്കാനൊക്കെ ഇടയാക്കിയ സാഹചര്യം നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്താണ്. അതിനുശേഷം കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടി മരിക്കാൻ ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച വിജയം നേടിയ ഒരു മണ്ഡലങ്ങളൊന്നാണ് വയനാട്. ആ മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തിയേറിയ സ്ഥലം കൂടിയാണ് ഈ മുള്ളൻകൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ മുള്ളൻകൊല്ലിയിലാണ് ഏറ്റവും വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നേരത്തെ DCC പ്രസിഡന്റിനെ അടക്കം അവിടുന്ന് തല്ലുകൊള്ളുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം നിഷേധിച്ചെങ്കിൽ പോലും അത് കൃത്യമായിരുന്നു. കാരണം പിന്നീട് ആ കമ്മിറ്റിയെ പോലും പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. IC ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ ND അപ്പച്ചനും ഇടയിലുള്ള പോര് അതിരൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുള്ളൻകൊല്ലിയിൽ വെച്ച് തന്നെ അവിടെ ഏറ്റവും ശക്തിയാർന്ന ഏറ്റവും ശക്തമായ കേന്ദ്രത്തിൽ വെച്ച് തന്നെ തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളെ തന്നെ ഒറ്റിക്കൊടുത്തു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. തങ്കപ്പനെ ആ രീതിയിൽ ഒറ്റിക്കൊടുത്തു എന്ന് അദ്ദേഹം തന്നെ ആരോപിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത ഇരയായിട്ടാണ് ഇപ്പോൾ ജോസിൻ്റെ മരണത്തെ നമുക്ക് കാണേണ്ടത്. കാരണം ജോസ് ഏത് രീതിയിലാണ് മരിക്കാനിടയാക്കിയത് എന്നുള്ള കാര്യത്തിൽ അതിനെപ്പറ്റി ചർച്ചകളൊക്കെ നടക്കേണ്ടതുണ്ട്. കാരണം പരാതി കൊടുക്കാൻ ജോസിനോട് അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയാൻ ജോസിനോട് പറഞ്ഞത് ആരാണ്? ആ ആളിലേക്കാണ് ഇത് അന്വേഷണം എത്തേണ്ടത്. അപ്പോൾ ജോസിനെ പറഞ്ഞു വിളിപ്പിച്ചതാണോ? ജോസിന് ഈ വിവരം കൈമാറിയത് ആരാണ്? ജോസ് പറയുന്നുണ്ട് നമ്മളോടുള്ള പ്രതികരണത്തിൽ, എനിക്ക് നേരിട്ട് ഇതേക്കുറിച്ച് അറിയില്ല എന്ന്. അങ്ങനെയുള്ള ജോസിനെ ആരാണ് വിളിപ്പിച്ചത്? അതാണ് നമുക്ക് അറിയേണ്ടത്. കുറ്റപ്പെടുത്തൽ സഹിക്കാൻ കഴിയാതെയാണ് ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും